ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ പാമ്പ് എന്ന് വിശ്വസിച്ചിരുന്ന ടൈറ്റനോബോവ എന്ന പാമ്പ് വർഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അദൃശ്യകരങ്ങൾ. മധ്യകാല പാലിയോസിൻ കാലഘട്ടത്തിലും അവസാനകാല പാലിയോസിൻ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ഭീമൻ ബോയ്ഡ് പാമ്പുകളുടെ വംശനാശം സംഭവിച്ച ഒരു ജനുസാണ് ടൈറ്റനോബോവ. 2000ങ്ങളുടെ തുടക്കത്തിൽ സ്മിത്സോണിയൻ ട്രോപ്പിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടൈറ്റനോബോവയെ ആദ്യമായി കണ്ടെത്തിയത്. ഫ്ലോറിഡ സർവകലാശാലയിലെ വിദ്യാർത്ഥികളോടൊപ്പം വടക്കുകിഴക്കൻ കൊളംബിയയിലെ ലാ ഗുജറ ഡിപ്പാർട്ട്മെന്റിലെ സെറജോൺ കൽക്കരി ഖനികളിൽ നിന്ന് ടൈറ്റനോബോവയുടെ 186 ഫോസിലുകൾ അവർ കണ്ടെടുത്തു. 2009 ഇതിനെ ടൈറ്റനോബോവ സെറജോനെൻസിസ് എന്ന് നാമകരണം ചെയ്യുകയും വിശേഷിപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പ് തെറാസിക് കശേരുക്കളിൽ നിന്നും വാരിയെല്ലുകളിൽ നിന്നും മാത്രമേ ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് നടത്തിയ പര്യവേഷണങ്ങളിൽ തലയോട്ടിയുടെയും പല്ലുകളുടെയും ഭാഗങ്ങൾ ശേഖരിച്ചു. മഡഗാസ്കറിൽ നിന്നും പസഫിക്കിൽ നിന്നുമുള്ള മറ്റ് നിലവിലുള്ള ബോയിനുകളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബോയിനെ എന്ന ഉപകുടുംബത്തിലാണ് ടൈറ്റനോബോവ. ടൈറ്റനോബോവയ്ക്ക് 12.8 മീറ്റർ മുതൽ 14.3 മീറ്റർ വരെ നീളവും ഏകദേശം 730 മുതൽ 1135 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്നു. ടൈറ്റനോബോവ സെറജോനെൻസിസിന്റെ കണ്ടെത്തൽ ഈജിപ്തിലെ ഇയോസിറ്റിൽ നിന്ന് അറിയപ്പെടുന്ന മുൻ റെക്കോർഡ് ഉടമയായ ജിഗാൻഡോഫീസ് ഗാർസ്റ്റിനിയെ മാറ്റിസ്ഥാപിച്ചു. എല്ലാ പക്ഷികളല്ലാത്ത ദിനോസറുകളുടെയും വംശനാശത്തെ തുടർന്നാണ് ടൈറ്റനോബോവ പരിണമിച്ചത്. ക്രിറ്റേഷ്യസ് പാലിയോജിൻ വംശനാശത്തിന് ശേഷം പരിണമിച്ച ഏറ്റവും വലിയ ഉരകങ്ങളിൽ ഒന്നാണിത്. ബോയിനയിലെ മറ്റ് അംഗങ്ങളെപ്പോലെ മുൻവശത്ത് പെൻഡഗൺ ആകൃതിയിലുള്ള ഇതിൻ്റെ കശേരുക്കൾ വളരെ കരുത്തുറ്റതും വീതിയുള്ളതുമാണ്. ടൈറ്റനോബോവ ഒരു അർദ്ധജല അഗ്രവേട്ടക്കാരനാണെന്ന് കരുതപ്പെടുന്നു. പ്രധാനമായും മത്സ്യമടങ്ങിയ ഭക്ഷണക്കാവും. 2002 ഫ്ലോറിഡ സർവകലാശാലയും സ്മിത്സോണിയൻ ട്രോപ്പിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് ലാ ഗുവാജിറിയിലെ സെറജോണിലെ കൽക്കരി ഖനികളിലേക്ക് നടത്തിയ ഒരു പര്യവേഷണത്തിനിടെ ജൊനാഥൻ ബ്ലോച്ചും കാർലോസ് ജെറാമില്ലോയും വിദ്യാർത്ഥികളായ വലിയ തെറാസിക് കശേരുക്കളും വാരിയല്ലുകളും കണ്ടെത്തി. പര്യവേഷണ വേളയിൽ കൂടുതൽ ഫോസിലുകൾ കണ്ടെത്തി. ഒടുവിൽ 30 വ്യക്തികളിൽ നിന്ന് 186 ഫോസിലുകൾ ലഭിച്ചു. പര്യവേഷണം 2004 വരെ നീണ്ടുനിന്നു. ആ സമയത്ത് ടൈറ്റനോബോവയുടെ ഫോസിലുകൾ മുതലകളുടേതാണെന്ന് തെറ്റായി ലേബൽ ചെയ്യപ്പെട്ടു. ക്രിറ്റേഷ്യസ് പാലിയോജിൻ വംശനാശ സംഭവത്തിന് തൊട്ടു പിന്നാലെയുള്ള മധ്യകാല പാലിയോസിൻ യുഗത്തിലെ സെറജോൺ രൂപീകരണത്തിലെ ആമകളുടെയും മുതലകളുടെയും മറ്റ് ഭീമൻ ഉരക ഫോസിലുകളുമായി ബന്ധപ്പെടുത്തിയാണ് ഇവ കണ്ടെത്തിയത്. ഈ കണ്ടെത്തലിന് മുമ്പ് തെക്കേ അമേരിക്കയിലെ പുരാതന ഉഷ്ണമേഖല പരിതസ്ഥിതികളിൽ പാലിയോസിൻ കാലഘട്ടത്തിലെ കശേരുക്കളുടെ കുറച്ച് ഫോസിലുകൾ മാത്രമേ കണ്ടെത്തിയിരുന്നുള്ളൂ. ഫോസിലുകൾ പിന്നീട് ഫ്ലോറിഡ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലേക്ക് കൊണ്ടുപോയി. അവിടെ 2009 ടൊറാൻഡോ സർവകലാശാലയിലെ ജേസൺ ജെ മേധാവിയായ ജേസൺ ജെ നയിക്കുന്ന കനേഡിയൻ അമേരിക്കൻ പനാമ ശാസ്ത്രജ്ഞരുടെ ഒരു അന്താരാഷ്ട്ര സംഘം അവയെ പഠിക്കുകയും വിവരിക്കുകയും ചെയ്തു. പാമ്പുകളുടെ മൂലകങ്ങളെ ടൈറ്റനോബോവ സെറജോനെൻസിസ് എന്ന് പേരിട്ട ഒരു പുതിയ ഭീമൻ ബോയ്ഡ് പാമ്പിൻ്റെതായി വിശേഷിപ്പിച്ചു. ബോയ്ഡെ കുടുംബത്തിലെ തരം ജനുസിസായ ബോവയ്ക്ക് പുറമെ ഗ്രീക്ക് പദമായ ടൈറ്റൻ എന്നതിൽ നിന്നാണ് ഈ ജനുസ് നാമം ഉരുത്തിരിഞ്ഞത്. ഈ സ്പീഷീസ് നാമം അത് അറിയപ്പെടുന്ന സെറജോൺ മേഖലയെ പരാമർശിക്കുന്നു. നിയുക്ത ഹോളോടൈപ്പ് എന്ന് പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഈ സിംഗിൾ ഡോർസൽ വെർട്ടെബ്രയാണ് ഇത്. ഹെഡ് തുടങ്ങിയവർ സെറജോനെൻസിസിന്റെ പ്രാരംഭ വലുപ്പ കണക്കുകൾ പൂർത്തിയാക്കാൻ ഉപയോഗിക്കുന്നു. 2011 സെറജോണിലേക്ക് നടത്തിയ മറ്റൊരു പര്യവേഷണത്തിൽ ടൈറ്റനോബോവയിൽ നിന്ന് കൂടുതൽ ഫോസിലുകൾ കണ്ടെത്തി. ഏറ്റവും ശ്രദ്ധേയമായി ടൈറ്റനോബോവയുടെ 3 വിഘടിച്ച തലയോട്ടികളുമായി സംഘം തിരിച്ചെത്തി. ഇത് സംരക്ഷിത തലയോട്ടി വസ്തുതകളുള്ള
ചുരുക്കം ചില ഫോസിൽ പാമ്പുകളിൽ ഒന്നായി മാറി. അവ പോസ്റ്റ് ക്രാനിയൽ വസ്തുക്കളുമായി ബന്ധപ്പെട്ടിരുന്നു. ഇത് സ്പീഷ്യസിലേക്കുള്ള അവരുടെ പരാമർശം ഉറപ്പിച്ചു. തലയോട്ടികൾ വിവരിച്ചിട്ടില്ലെങ്കിലും 2012 BBC-യുടെ ഒരു ലേഖനവും സൊസൈറ്റി ഓഫ് വെർട്ടബ്രേറ്റ് പാലിയോളജിസ്റ്റിലെ ഒരു സംഗ്രഹവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2013 മുതൽ 2018 വരെ നീണ്ടുനിന്ന അതേ പേരിലുള്ള ഒരു ടൂറിംഗ് എക്സിബിഷന് പുറമെ 2012 ടൈറ്റനോബോവ മോൺസ്റ്റർ സ്നേക്ക് എന്ന പേരിൽ മൃഗത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി സംപ്രേഷണം ചെയ്തു. 2023 പരാമർശിക്കപ്പെട്ട മാതൃക ചില കശേരുക്കളെ ഒരു അനിശ്ചിത പാലിയോഫിനിലേക്ക് പുനർനാമകരണം ചെയ്തു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് അദൃശ്യകരങ്ങൾ.